ജോൺ ജോർജ് ആൾമാറാട്ടം നടത്തി ടിനു ജോർജായ ചരിത്രം. കൊട്ടാരക്കരയിലൂടെ ഒരു കാലത്ത് മൂക്കളെ ഒലിപ്പിച്ച് നടന്ന ജോൺ ജോർജ് എന്ന ഇത്താപ്പിരി ചക്കനാണ് ടിനു ജോർജ് എന്ന അപ്പോത്തുലിയൻ എന്ന് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കുവാൻ പ്രയാസമാണ്. കാരണം അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇവൻ ഇപ്രകാരം ഒരു ഉടായിപ്പുകാരനായി രംഗത്ത് വരുമെന്ന്. പഴയ കോലവും ഇപ്പോഴത്തെ ഭാവവും കണ്ടാൽ പെറ്റ തള്ള പോലും തിരിച്ചറിയില്ല. ഇന്ന് i2 ന്യൂസ് പരിശോധിക്കുന്നത് ആരാണ് ഈ ടിനു ജോർജ് എന്ന അപ്പോത്തുലിയൻ എന്നാണ്. രൂപം മാത്രമല്ല, പഴയ പേര് പോലും മാറ്റി മൊത്തത്തിൽ മേക്ക് ഓവർ നടത്തിയ വ്യക്തിത്വമാണ് ടിനു ജോർജ് അപ്പോത്തുലിയൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോൺ ജോർജ് എന്നാണ്. വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന പേരായിരുന്നു ടിനു ചുട്ടൻ. ടിനു എന്ന വിളിപ്പേര് കേൾക്കുമ്പോൾ ഒരു ഓമനത്തം തോന്നും എന്ന് ഒരു അമ്മമ്മ പറഞ്ഞത് കേട്ടാണത്രേ ലവൻ പേര് മാറ്റി ടിനു ആയത്. ഇവന്റെ വല്യപ്പൻ പാപ്പി കൊട്ടാരക്കരയിലെ ഒരു ചെറിയ കുരുമുളക് കച്ചവടക്കാരനായിരുന്നു. അപ്പൻ ജോർജ് കുട്ടി പണ്ട് ഗൾഫിലായിരുന്നു, പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. ഒരു സാധാരണ മാർത്തോമ കുടുംബാംഗം. പക്ഷേ ഇന്ന് ഇവൻ തള്ളിമറിക്കുന്നത് ഇവൻ ഏതോ രാജവംശത്തിലെ തായ് വഴിയാണെന്നാണ്. ജോൺ ജോർജ് എന്ന ടിനു ജോർജ് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ആദ്യ തവണ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അത് 1998 തുടർന്ന് പഠനം പാരലൽ കോളേജിലായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് എങ്ങനെയോ ഇവന് പൈശാചിക ബാധ ഏൽക്കുന്നത്. കൊട്ടാരക്കര മാർത്തോമ പള്ളി അംഗമായിരുന്ന ഈ കുടുംബത്തെ പിന്നീട് മാർത്തോമ സഭ പുറത്താക്കുകയായിരുന്നു. ആഫ്രിക്കൻ വംശജരുടെ അടുത്തുപോയി സാത്താൻ സേവ പഠിച്ചാണ് ഇവൻ കൊട്ടാരക്കരയിൽ ആദ്യം കുടിൽ വ്യവസായമായി വചനക്കച്ചവടം ആരംഭിക്കുന്നത്. ഇവൻ പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിനെയല്ല, അന്തിക്രിസ്തുവിനെയാണ്. കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരനായ പോൾ ദിനകരനും പേജി വർഗീസും തീവട്ടി തങ്കുവും ഒക്കെയായിരുന്നു ഇവന്റെ റോൾ മോഡൽ. വചനക്കൊള്ളയിലൂടെ ഒരുപറ്റം ആളുകളെ വലയിലാക്കി അവരിൽ നിന്നും നന്നായി ഊറ്റിപ്പിഴിഞ്ഞ് അത്യാവശ്യം പച്ചപിടിച്ചപ്പോൾ പ്ലാച്ചർ എന്ന പദം ഔട്ട് ഓഫ് ഫാഷനായി തോന്നി. അങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത അപ്പോത്തൊലിയൻ ആകുന്നത്. ജോൺ ജോർജ് വചനക്കൊള്ളയുമായി ഇറങ്ങിയപ്പോൾ ചേട്ടന്മാർ ഉപജീവനത്തിനായി കൂലിപ്പണിക്ക് പോയി തുടങ്ങി. വചനക്കച്ചവടം പച്ചപിടിച്ചപ്പോൾ ചേട്ടന്മാരെ രണ്ടിനെയും ജോൺ ജോർജ് ഈ കച്ചവടത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അമൈര ശിരസ്കൻ ചേട്ടനാണ് ദുബൈയിലെ കച്ചവടം നോക്കി നടത്തുന്നത്. അമ്മയാണ് ഫിനാൻസ് മാനേജർ. കൊട്ടാരക്കരയിലെ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ ഇവന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ കൗൺസിലിങ്ങിലൂടെ വളച്ചെടുത്തു. ഒടുക്കം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇവന് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു. അനിയന്റെ തട്ടിപ്പിന്റെ വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ എന്നെ വിരട്ടുവാൻ ഇവന്റെ ചേട്ടൻ FB ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. അവൻ പോലും അറിയാതെ അവന്റെ ആ ഫ്രാഡ് സ്വഭാവം ഇറങ്ങി വന്നു. കൊട്ടാരക്കരക്കാരെ അവന്റെ നാട്ടുകാരെ കാണിക്കുവാനും പിടിച്ചു നിൽക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ അത്രയും പറഞ്ഞൊപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവന്റെ കുടുംബത്തിൽ കയറി കളിച്ച എന്നെ വെറുതെ വിടില്ല എന്നാണ് ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അമേര ശിരസ്കൻ ചേട്ടനോട് പറയാനുള്ളത്, നീയൊക്കെ കുടുംബസമേതം ക്രിസ്തുവിന്റെ നാമം വൃഥായി എടുത്ത് നാട്ടുകാരെ വലിപ്പിച്ച് ജീവിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇനിയും കൊടുക്കും, നാളെയും കൊടുക്കും. നിനക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തോ എന്നാണ്. ഒരു കൊള്ളക്കാരൻ ഭീഷണിപ്പെടുത്തുന്നത് അവന്റെ തീവട്ടിക്കൊള്ളയെപ്പറ്റി സത്യസന്ധമായ വാർത്ത കൊടുത്ത് ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ്. എന്നാൽ നീ കേട്ടോ, അതിന് മുൻപ് തന്നെ നിനക്കൊക്കെ എതിരെയുള്ള നിയമ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോത്തുലിന്റെയും കുടുംബത്തിന്റെയും സംഘടിത കൊള്ളയെക്കുറിച്ച് തെളിവുകളടക്കം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGP, ജില്ലാ പോലീസ് മേധാവി, കൊട്ടാരക്കര റൂറൽ SP, കൊട്ടാരക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തുടങ്ങിയവർക്ക് പരാതികൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഈ വിഷയത്തിൽ കോടതി ഒരു വിധി പുറപ്പെടുവിക്കാവൂ എന്ന് കാണിച്ച് വിവിധ കോടതികളിൽ ഞങ്ങൾ കവിയേറ്റ് ഫയൽ ചെയ്തും കഴിഞ്ഞു. i2 ന്യൂസ് നിയമയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമല്ല, ലൈംഗിക ചൂഷണങ്ങളും പോക്സോ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ പ്രകാരമുള്ള പല കുറ്റകൃത്യങ്ങളും ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്. അതിന് ഇരയായവർ ഞങ്ങളെ തെളിവുകളടക്കം അറിയിച്ചിട്ടുമുണ്ട്. അത് ഞങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറും. അതുപോലെ ഈ പൈശാചിക കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് തട്ടിപ്പിനിരയായവർക്ക് അതിന്റെ തെളിവുകളടക്കം ഞങ്ങൾക്ക് നൽകിയാൽ നിയമപരമായ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു നൽകുന്നതായിരിക്കും. തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ഏറുകൊണ്ട പട്ടിയെ പോലെ ഇവൻ വീണ്ടും ന്യായീകരണവുമായി വന്നത് കാണുക. ദശാംശവും സൂത്രകാഴ്ചയും പ്രാപിക്കുവാൻ ഇനിയും ഇവൻ ഉയർത്തു വരുമെന്ന് ദൈവം അതിന് ഇവനെ അനുവദിക്കുമോ? എല്ലാ യൂതമാർക്കും നന്ദി, എല്ലാ ഗോലിയാത്തുമാർക്കും നന്ദി. യൂത ഇല്ലെങ്കിൽ ക്രൂശിക്കപ്പെടത്തില്ല, ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അടക്കപ്പെടത്തില്ല, അടക്കപ്പെട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കില്ല, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യാൻ പറ്റില്ല. എന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ യൂതമാർക്കും നന്ദി.
ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തോപ്പിക്കാനല്ല, നിന്നെ ജയിപ്പിക്കാനാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ആൾമാറാട്ടം നടത്തിയ സാത്താന്റെ ചിറകരിയേണ്ടുന്നത് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും കടമയാണെന്ന് മനസ്സിലാക്കുക. ഈ ദുരുപദേശകനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, സാത്താന്റെ ആത്മാവാണ് എന്ന് തിരിച്ചറിയുക. ഇവന്റെ തരികടകൾ തെളിവ് സഹിതം നൽകുവാൻ സാധിക്കുന്നവർ ഞങ്ങളെ വിളിക്കുക. നിയമപരമായി ഇവന്റെ പൈശാചിക കേന്ദ്രം അടപ്പിക്കുക. അതുപോലെ കോടികൾ മുടക്കിയ ഇവന്റെ കാരവാൻ വന്നു കഴിഞ്ഞു എന്നാണ് വിവരം. ഇപ്പോൾ നാറം നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് പുറത്തിറക്കിയാൽ വീണ്ടും നാണം കെടും, ആളുകൾ ട്രോളി കൊല്ലും എന്ന് പേടിച്ച് മാത്രമാണ് അത് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇനി വിശ്വാസികളുടെ അപ്പോസ്തോലിയൻ പൊങ്കാല തുടരുന്നു. കേട്ടാലും കേട്ടിട്ട് പരമാവധി അടിമകൾക്ക് അത് അയച്ചു കൊടുത്താലും ഇവന്റെയൊക്കെ തലയിൽ വെളിച്ചം കയറുന്നെങ്കിൽ കയറട്ടെ. ഈ ടിനു എന്ന ആ കപട വിശ്വാസി, സാത്താൻ സേവക്കാരൻ, അവൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം അവൻ എന്താണേലും കർത്താവാണേലും പിശാചാണേലും അവന്റെ റൂമിൽ ചെന്ന് പറഞ്ഞത് ശരിയാണ്. ചർച്ചിന്റെ തിന്മ അന്വേഷിച്ച് നടക്കുന്ന നിന്നോട് കൽപ്പിക്കുന്നത് അവനോടാ കൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അവനോടല്ലേ പറഞ്ഞേക്കുന്നേ നിന്റെ വീട്ടിൽ നിന്നും തിന്മ മാറിപ്പോകുകയില്ലെന്ന്. അത് കറക്റ്റാണ്. അത് പിശാച് പറഞ്ഞാലും എന്തായാലും ദൈവം എന്തായാലും അവന്റെ അടുക്ക ചെല്ലുകയല്ല, ഈ കപടത്തിന്റെ അടുത്തുനിന്ന് ദൈവം ചെല്ലുകയല്ല. അപ്പൊ അത് കറക്റ്റാണ്. ഏത് പിശാച് പറഞ്ഞാലും ദൈവമാണെന്നാണ് അവൻ വിശ്വസിച്ചേക്കുന്നത്. അത് ലൂസിഫർ ആയിരിക്കാം. അപ്പൊ അത് പറഞ്ഞത് അവനോട് കറക്റ്റാണ്. പിന്നെ നിന്നോട് ചർച്ചന്റെ തിന്മ നോക്കി നടക്കുന്ന നിന്നോട് പറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവനോടാണ് പറഞ്ഞേക്കുന്നത്, ഈ ടിനുവിനോട്. അവനോട് പറഞ്ഞേക്കുന്നത് അപ്പൊ ലൂസിഫർ ആണെങ്കിലും അവനോട് സത്യമായിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവന്റെ കാര്യം ടൈത്ത് കൊണ്ടുപോവാ, പിന്നെ സ്തോത്രാഴ്ച കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ട് അത് ആരാ ഇടാത്തേന്ന് നോക്കി അവൻ നടക്കല്ലേ. പിന്നെ ആ ചർച്ചല്ല ഒന്നാമത് കാപാലിയക്കൂട്ടവാ. പിന്നെ ഒരു കാര്യം, ഈ അപ്പോസ്തല പ്രവൃത്തി 19 നമ്മൾ നോക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാർ ചെയ്തത് എന്താ? ആരെയാണ് അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്? സുനിൽ സാറിന് അറിയാം, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവന്മാര് ഒരിടത്ത് ചെന്ന് അവിടെ ജനങ്ങളെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞ് രക്ഷിക്കണം, അല്ലെങ്കിൽ ക്രിസ്തു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വചനം പറഞ്ഞ് ക്രിസ്ത്യാനികൾ ആയ ശേഷം അവരവിടം വിട്ട് വേറെ സ്ഥലത്തേക്കാണ് പോയത്. അപ്പൊ അവിടെയുള്ള ജനങ്ങളാണ് വീടുകളിൽ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പോകുന്നത്. പള്ളിയിൽ പോയെന്നോ അവിടെ പോയി ഇവിടെ പോയെന്നൊന്നും അവിടെ കാണിക്കുന്നില്ല. പള്ളിയിൽ അദ്ദേഹം ചെന്നത് അവിടെ നടക്കുന്ന ഉപദേശത്തിനെതിരായിട്ട് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നതിനും ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നതിനും നിത്യജീവൻ ആക്കാൻ പറ്റിയതെന്നും പറയുന്നതിന് വേണ്ടിയിട്ട് പള്ളികളിൽ ചെന്ന്, അപ്പൊ ആ പള്ളിയിൽ നിന്നാണ് ഈ പൗലോസിനെയൊക്കെ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ സഭ സ്ഥാപിച്ച് കുറ്റിയടിച്ച് അവിടെ ഇരിക്കുകയല്ല. ഭൂമി എങ്ങും പോയി സാക്ഷിയാകാൻ പറഞ്ഞാല് അത് എല്ലായിടത്തും പോകും. അല്ല അവിടെ ഒരിടത്ത് നിന്ന് ജനങ്ങളെ കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് പോവുക ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടായിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്. അതിനകത്തുനിന്ന് ഇവിടെ ഇവന്മാരെല്ലാം കാണിക്കുന്നത്, ഈ എല്ലാ സഭകളും ഇവിടെ എന്താ പറയുന്നത്, ഇതിപ്പോ ഒരു എതിർ ക്രിസ്തു വരുമ്പത്തേനും ഈ കള്ളപ്രവാചകന്മാർ, ഇവന്മാർ കള്ളപ്രവാചകന്മാരാണ് മൊത്തം ഒക്കെ. അല്ലെങ്കിൽ എന്തേ ഓട്ടിസം ബാധിച്ചവരുണ്ട്, ഇവരുണ്ട്. അവരെ ആരെയും ഇവർ വിളിക്കത്തുമില്ല. അവരോടൊക്കെയാണ് നമ്മൾ ചെന്ന് സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ രോഗികളെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇവരെന്താ ചെയ്യുന്നത്? അങ്ങോട്ട് ചെല്ലാനുള്ള വ്യക്തികൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് ജനങ്ങളെ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പം ഒന്ന് ശരിയാണ്, ടിനുവിനോടാണ് അത് പറഞ്ഞേക്കുന്നത്. പിന്നെ നീ ചർച്ചിന്റെ തിന്മ നോക്കി നടക്കുന്ന നിന്റെ വീട്ടിൽ നിന്ന് ശാപം മാറുക എന്നാണ് അവനോടാണ് പറഞ്ഞേക്കുന്നത്. ഇവൻ മാത്രമല്ല, ഒത്തിരി ഉണ്ട്. ഓരോരുത്തർ പ്രവചിക്കുന്ന നിന്റെ സിസ്റ്ററെ നിങ്ങളുടെ വയറിന്റെ ആടി മുതൽ മുകള് വരെ തുന്നിക്കെട്ടിയേക്കുന്ന കാണിക്കുന്നതെന്ന്. ചിലർക്ക് ഈ പെണ്ണുങ്ങളുടെ യൂട്രസും പിന്നെ പെണ്ണുങ്ങളുടെ വയറ് കീറുന്നതും ബാക്കിയുള്ളതും പിന്നെ ചോരിറ്റി കയറി മുക്കുന്നതും ഇതൊക്കെയാണ്. ഈ താര് മാത്രമല്ല, വേറെ കുറെ പേര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ കള്ളപ്രവചനം നടത്തുന്ന. പിന്നെ ഒരു അശോക് കുമാർ പൈസ തന്നാലേ അയാൾ പ്രാർത്ഥിക്കുള്ളൂ എന്നും പറഞ്ഞു ഒരു വൃദ്ധയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്ന കാര്യങ്ങൾ. എല്ലാം ക്രിസ്തുവിനെ വിറ്റുണ്ടാക്കുന്നു. ഇത് കർത്താവ് തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട്, ഒരെണ്ണം പോവുകയല്ല. എന്താണേലും എല്ലാം കള്ളക്കച്ചവടവും ഒക്കെ ആയിട്ട് വചനം അനുശാസിക്കുന്ന ഒരുത്തനുമില്ല. ഇപ്പൊ എല്ലാരും നോക്കിക്കേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ ഇവർക്ക് കർത്താവിൽ വിശ്വാസമില്ല. ഇവര് ജനങ്ങളെ വിശ്വസിപ്പിക്കും, ഇവർക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ ഞാൻ ചർച്ച് പണിയുടെ ഒരു കാര്യമില്ല ഇവിടെ ഈ ദേശത്ത്. ക്രിസ്തു ഒരിടത്തും ചർച്ച ഉണ്ടാക്കിയിട്ടില്ല. ഇവന്മാർക്ക്
പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിത്താ ഞങ്ങളെ ഇതിന് നടത്തുന്നതിന്. ഇപ്പം കോട്ടയത്തൊരു പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി നടത്തുന്നുണ്ട്. മൊത്തം കോട്ടും സൂട്ടും എല്ലാം ഈട്ട് കിടന്ന് തുള്ളി മറിയുന്നുണ്ട്. ജനങ്ങൾ കൂടിയേക്കുന്ന എല്ലാം അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്തിനാ വചനം വായിച്ച് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ നമുക്കത് കിട്ടും. എല്ലാം അവിടെ പോയി തുള്ളി ചാടി അവിടെ നിന്ന് കുറേ ചെയ്യുന്നു കിറി ചെയ്യുന്നു, അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം കുറെ എണ്ണം എത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇതും കിട്ടും. ഇങ്ങനെയാണോ സുവിശേഷീകരണം? ക്രിസ്തു മലമുകളിൽ പോയി അവിടെ ജനങ്ങൾ അനുഗമിച്ചു, പിന്നെ അല്ലെങ്കിൽ പിന്നെ വള്ളത്തിലിരുന്നും കടൽക്കരയിലും ഒക്കെ പോയിരുന്നുണ്ട് പറഞ്ഞു അവിടെ വന്ന ജനങ്ങളോട്. ഇവിടെ സഭ ചാചിക്കോ ഇങ്ങനെ ഉണ്ടാക്കുവോ ഈ കൂത്തുകളിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതെന്താ? ക്രിസ്തുവിന്റെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു? അപ്പോസ്തലന്മാരുടെ മുക്കുവന്മാരായ പത്രോസും അതുപോലെ യോഹന്നാൻ യാക്കോബ് ഇവരെല്ലാം സെയിം ആയിട്ട് ധരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടല്ലേ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പോലും പറ്റാതിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ചുംബിക്കുന്നവനാണ് ക്രിസ്തു എന്ന് പോലും യൂദ പറഞ്ഞുകൊണ്ട് ചുംബനത്താൽ കാണിച്ചു കൊടുത്തത്. ഇവരെന്താ കാണിക്കുന്നത്? സാർവെണ്ണം ഇവന്മാര് വചനത്തിൽ പറയുന്നുണ്ട്, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുകയും വിശപ്പുള്ളവനെ പിന്നെ ആഹാരം കൊടുക്കുകയും അലങ്ങി തിരിഞ്ഞു നടക്കുന്നവനെ വീട്ടിൽ ചേർത്തുകൊള്ളുകയും ചെയ്താൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരല്ല ഈ പ്രസംഗം കഴിഞ്ഞ് ഇത് ഇറങ്ങി വരുമ്പോൾ ഒരു ഭിക്ഷക്കാരനോ അല്ലെങ്കിൽ ആരെങ്കിലും പാവപ്പെട്ടവൻ അവിടെ ഇരുന്നാൽ അവൻ്റെയൊക്കെ മേധ ചവിട്ടി കയറിയല്ലേ പോകുന്നത്. ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിൽ ഈ അലങ്ങി നടക്കുന്നവൻ അവിടെ ചെന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരുത്തൻ തീറ്റിപ്പോറ്റുന്നുണ്ടോ? ഇവിടെ ഇവന്മാരൊക്കെ ശരിക്കാണെങ്കിൽ ഭിക്ഷക്കാർ കാണേണ്ടതല്ലല്ലോ. ഏതെങ്കിലും ഒരു രോഗികൾക്ക് പിരിവ് കൊടുക്കാൻ പറയും, ഇവന്മാർ ആരെങ്കിലും കൊടുത്ത് കാണുന്നുണ്ടോ? ഇതൊക്കെയാണ് ഞാനിതിനൊക്കെ എതിരാണ്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയൊരു വ്യക്തിയാണ്. എനിക്ക് കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയ ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ വാദം കൊണ്ട് ഇത് കിടന്ന ഞാൻ കർത്താവിനോട് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ഓരോരുത്തരുടെ അടുക്ക പോയി ഒരുത്തനും എന്നെ സൗഖ്യമാക്കിയല്ല. നമ്മൾ കരഞ്ഞ് ദൈവസന്നിധി പറഞ്ഞ ദൈവം നമ്മളെ സൗഖ്യമാക്കും. നമുക്ക് വേണ്ടത് കിട്ടും. അതല്ലാതെ കൊണ്ട് ഈ പറഞ്ഞ പോലെ കൂത്ത് കളിച്ചിട്ടൊന്നുമല്ല. ഓക്കെ. എന്റെ പേര് ബിനു ഫിലിപ്പ് എന്ന, ഞാൻ ആലപ്പുഴയെന്നാ വിളിക്കുന്നേ. ഞാൻ നിങ്ങളുടെ മറ്റേ ബിനു തോമസുമായിട്ട് വർത്താനം പറയുന്നത് ഞാൻ കേട്ടെ. വെരി ഗുഡ് സുനിലെ, വിടരുത് ഇവന്മാരെ. ഒരെണ്ണത്തിനെയും ഒരു സഭയിലെയും തമ്പുരാനെ വിറ്റ് കാശാക്കുന്ന ഒരുത്തിനെയും വിടരുത്. വെരി ഗുഡ് ജോബ്. ഞാൻ പലതവണ സുനിലിനെ വിളിക്കാൻ നോക്കിയിട്ടുണ്ട്, പലതവണ. എന്റെ ഭാര്യയും, കാരണം എന്റെ അപ്പനും നിങ്ങൾ പറയുന്ന അതേ കാര്യമാണ്. തമ്പുരാൻ ഒരുത്തന്റെ ഒരു പൈസ തമ്പുരാന്റെ പേര് പറഞ്ഞ് ഒരുത്തനും ഒരു പൈസ ഉണ്ടാക്കരുത്. ഈ പാവങ്ങളെയാണ് ഇവന്മാരെ കാണിച്ചു കൂട്ടുന്നത്. ഒരുത്തനെയും വിടരുത്. അത് ഏത് സഭയും, ഞാൻ ഇന്ന സഭയെന്നൊന്നും, ഞാൻ ഓർത്തഡോക്സുകാരനാണോ അതൊന്നും നോക്കണ്ട. നമ്മുടെ സഭയിൽ കാണിക്കുന്ന ആണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം. എല്ലാത്തിനകത്തും ഉണ്ട് ഇതുപോലത്തെ കള തിന്നുന്നവന്മാർ. വെറുതെ വിടരുത്. നിങ്ങൾ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ജോബാണ്. അത് നല്ല ഇനിയും മുന്നോട്ട് പോകണം സുനിലെ. നമ്മുടെ എന്റെ അപ്പൻ നിങ്ങൾ പറയുന്ന അതേ സ്റ്റൈലാണ് എന്റെ അപ്പനും പറയുന്നത്. എന്റെ അപ്പം മരിച്ചുപോയി. നമ്മുടെ ഏറ്റവും വലിയ ആള് നമ്മുടെ അപ്പനാണ്. എല്ലാവർക്കും നല്ല അപ്പനെ ജനിച്ചവന്മാരുടെ എല്ലാവരുടെ ഹീറോ അവരുടെ സ്വന്തം അപ്പനായിരിക്കും എപ്പോഴും. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്റെ അപ്പനെ ഓർമ്മ വരുന്നു. ഇതുപോലാണ്. കാരണം അപ്പൻ പള്ളിയിൽ അച്ഛന്മാരോട് തന്നെ മുഖത്ത് നോക്കി പണം. എടാ, ദൈവവിളി ഇല്ലാത്തവനായി പോയി പൈസ ഉണ്ടാക്കുന്നത്. തമ്പുരാൻ നേരിട്ട് വിളിച്ചവനാണ് ഒരിക്കലും ഒരു രൂപ ഒരുത്തന്നെ എടുക്കാൻ പോകത്തില്ല. കാരണം അവൻ ആദ്യം ഉണ്ടാവുന്ന ദൈവഭയമാണ്. ഇത് ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാറ് കഴിഞ്ഞിടെ വിട്ടുകൊണ്ടിരിക്കുന്ന ടിനു ജോർജിനെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ട്. സാറ് ഈ പറയുന്ന പോലെ നമ്മൾ ഒരാൾ നോക്കിയാൽ ഇതൊന്നും ഒരുത്തനും നിർത്തിപ്പോവുകയില്ല. കാരണം ഈ മുണ്ണവിശ്വാസികളെ പോലുള്ള ആളുകൾ ഇത്തിരിയുണ്ട്. അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ഇത് കേരളത്തിൽ ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കും. ടിനു ജോർജിനെ പോലുള്ള തലവന്മാർ ഇത്തിരിയുണ്ട് ഈ കേരളത്തിൽ തന്നെ. ഞാനും മർത്തോമ സമുദായത്തിൽ നിന്ന് ബന്ധിക്കോസി വന്നവനാണ്. ഏതാണ്ട് 84 ബന്ധിക്കോസി വന്നു. ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റാൻ ജീവിതത്തിലൊന്നുമില്ല. കാരണം നല്ലൊരു സഭ വിട്ടേച്ചാണ് ഞാൻ ഈ കള്ളന്മാരുടെ കൂടെ, ഈ കുറേ കള്ളന്മാർ കൂടെ, എല്ലാവരും കള്ളന്മാരെന്ന് ഞാൻ പറയാനൊക്കത്തില്ല, കുറേ കള്ളന്മാരുണ്ട് ഇതിനകത്ത്. കാരണം വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേകരുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു മെസ്സേജ് കേട്ടു. IPC ചർച്ച് ഓഫ് ഗോഡ് ഈ ന്യൂവിൻ്റെ ഇതൊക്കെയാ സഭയെന്ന്, മറ്റ് സ്വതന്ത്ര സഭയാ, ഇങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവേദോസ്തത്തിൽ അങ്ങനെ ഒരു സഭയെ പറ്റി പറഞ്ഞിട്ടില്ല. കാരണം ദൈവസഭയെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഓരോ പേരിൽ ഓരോ സഭ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വതന്ത്ര സഭ തുടങ്ങുമോ വേറൊരു ഇൻ്റർനാഷണൽ ഏത് പേരിൽ തുടങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ വേദോസ്തത്തിൽ ഒരേ ഒരു സഭയുള്ളൂ, ദൈവത്തിൻ്റെ നാമത്തിൽ കൂടുന്ന ദൈവസഭയെന്ന് പറഞ്ഞു. പണ്ടും പള്ളികളുണ്ട്, അത് പക്ഷേ അന്നത്തെ പ്രമാണികാർക്കുള്ള പള്ളികളായിരുന്നു. അവിടെ പോയി കർത്താവ് യേശു ക്രിസ്തു വചനം ശുശ്രൂഷിച്ചെന്ന് പറയുന്നുണ്ട്.
അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു ഒരു സഭ പേരിട്ടുണ്ടാക്കിയതായിട്ടോ അല്ലെങ്കിൽ സഭ ചർച്ച പണിതായിട്ടോ ഒന്നും വേദവസ്ഥ കാണിക്കില്ല. പിന്നെ ഇവനെ പോലുള്ള ഒത്തിരിയണമുണ്ട്, ഇതൊന്നും അല്ല. കാരണം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ എന്തുമാത്രം ദശാംശം മറ്റ് കാര്യങ്ങളൊക്കെ തിന്നേച്ചേ ഇപ്പം വേണ്ട പലവനും പറയാതിരിക്കാനൊക്കത്തില്ല. പല മാരും ഇപ്പം അനങ്ങത്തില്ല, കണ്ടാൽ പോലും മിണ്ടുകയില്ല. കാരണം ദശാംശം അങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞു മേടിക്കാൻ എന്തും എടുക്കാന്നറിയാം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ. പാവം പിടിച്ചവൻ്റെ കയ്യിരിക്കുന്ന പൈസ പിടുക്കാൻ വേണ്ടി എന്തും എടുക്കാന്നറിയാം. തിന്ന് വയറും വീർപ്പിച്ച് ഇച്ചിരി പൈസയോടൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഇവന്മാർക്ക് എന്തെന്നില്ലാത്ത എന്തോ പൗറ. ഇന്നലെ സുനിൽ സാറിനെ ഒരുത്തും വിളിക്കുന്നത് ഞാൻ കേട്ടതാ, എന്തോ ഭീഷണിപ്പെടുത്തുന്നത്. അവൻ വിശ്വാസിയാണെന്നും പറയുകയും ചെയ്യുന്നു, ഭീഷണിയുടെ സ്വരവും പറയുന്നു. കാരണം വേദവസ്തത്തിൽ ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്തോന്ന് അവൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചത്. അവൻ പറയുന്നത് ഞാനൊരു വിശ്വാസിയാണ്, എന്തുവാ അങ്ങനെ ചെയ്ത് നിർത്തണം, ഇങ്ങനെ നിർത്തണം എന്നൊക്കെ അവൻ തന്നെ പറയുന്നത്. കാരണം വേദവസ്ഥ ആദ്യം ഇവനൊക്കെ പഠിക്കണം. ഇവനൊക്കെ വേദവസ്ഥ ശരിയായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ അതിനകത്തോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഫ്രോഡുകൾ സംസാരിക്കുന്നത് കേട്ട് അതിന് തൊപ്പിച്ച് കുറേ തുള്ളാനും കുറേ ആളുകളുണ്ടെങ്കിൽ ഇവന്മാരൊന്നും നിൽക്കത്തില്ല. ഈ കച്ചവടം ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ബൈബിൾ കച്ചവടം നടക്കുന്ന ഒരു രാജ്യമാണ് കേരളം. അപ്പോൾ ഇത് നിർത്താനൊന്നും പോകുന്നില്ല, ഇത് ഇഷ്ടം പോലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം ഇപ്പോഴേ ഒഴുക്കിനൊത്ത് നീന്തുക. ചുമ്മാ കുറേ ഓളങ്ങളും ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുമ്പോൾ അവരുടെ വിചാരം അന്യഭാഷയും കുറേ ആവശ്യമില്ലാത്ത കുറേ ഭാഷകളും ഒക്കെ സംസാരിച്ച് ഹിന്ദിയും മലയാളവും ഉറുദുവും അറബി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുറേ ഭാഷകൾ അവിടെ നിന്ന് സംസാരിക്കുന്നു. ഇവരെയൊക്കെ ചിന്തയാണ്ട് വലിയ പൊട്ടന്മാരായ കേൾക്കുന്നവരുണ്ട്. ഞാനും വിശ്വാസത്തില. പക്ഷെങ്കിലേ ഇങ്ങനത്തെ ഉള്ള ഒരുത്തിന് എൻട്രൻസ് വരത്തുമില്ല, എന്നോട് വർത്താനം പറയാനും ഒക്കത്തില്ല. കഴിഞ്ഞാൽ ഒരു ഭാഷ എന്നെ റാന്നി വെച്ച് ഡ്രാഫ്റ്റ് വന്നേച്ച് പറഞ്ഞു, സഹോദര വായിക്കണമെന്ന്. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് നിൽക്കുക ഭാഷ വന്നു ചോദിച്ചു. ഞാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് നിൽക്കാമെന്ന് ചോദിച്ചു. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ, താങ്കളുടെ സഭ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മിണ്ടാട്ടമില്ല, ഓട്ടം. കാരണം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഫ്രോഡുകളെ, ഇങ്ങനത്തെ ഉള്ള നാറികളുടെ ഒന്നും വാക്കുകൾ എന്നെപ്പോലുള്ള എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനും എൻ്റെ ഭാര്യയെ കേൾക്കാൻ പോകത്തില്ല. കാരണം വിശ്വാസം അത് ദൈവത്തോടുള്ള വിശ്വാസമാണ്, അത് ദൈവമാണ് കണ്ടിരിക്കുന്നത്. ഇവനെപ്പോലുള്ള നാറികളെ പ്രാർത്ഥിച്ചാൽ ഈ അനുഗ്രഹം നിൽക്കും, ഇവൻ പ്രാർത്ഥിച്ച ക്യാൻസർ മാറും, അതൊക്കെ അങ്ങ് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തതും ചോറ് കഴിക്കാത്തതും അന്നം കഴിക്കാത്തതിൻ്റെയൊക്കെ ഇറമ്പിച്ചത് ഇവനൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരു ഒരു ഉറുമ്പ് ചാകത്തില്ല, പിന്നെ മനുഷ്യൻ ചാകുന്നത്. അപ്പോൾ എന്തേലും ആട്ടെ, താങ്കൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലത്. അനേക ദൈവവിശ്വാസികൾക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള താങ്കളുടെ പ്രവർത്തനം ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം താങ്കൾ മൂലം അനേകരുടെ കണ്ണ് തുറക്കുന്നുണ്ട്, അനേകം അറിവില്ലാത്തവരുടെ കണ്ണും തുറക്കുന്നുണ്ട്, അറിവുള്ളവരെയും തുറക്കുന്നുണ്ട്, അറിവില്ലാത്തവരെയും തുറക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ പോട്ടെ എന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡൽഹിയിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് സജി. ഞാനിങ്ങനെ TV ന്യൂസിന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആ നാട്ടിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഈ പുള്ളി ഇപ്പൊ പറഞ്ഞ വടി കൊടുത്ത് അടി മാറ്റിക്കൊണ്ട് പോയി. ഞാനെല്ലാം കേട്ടോണ്ടിരുന്ന ഞാനിങ്ങനെ പുള്ളിയെ ഇങ്ങനെ ചീത്തോളി. ഞാനും ഡൽഹി തന്നെയാ. പുള്ളി എനിക്ക് അറിയത്തില്ല ഏതാന്നുള്ള, ഞങ്ങൾ പരിചയമില്ല, കണ്ടിട്ടില്ല, എവിടാന്ന് അറിയത്തില്ല, സ്ഥലമൊന്നും പറഞ്ഞില്ലല്ലോ, ഡൽഹിന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ടിനു എന്ന് പറയുന്ന പുള്ളിയെ കാര്യത്തെക്കുറിച്ച് 8Y ന്യൂസ് ചാനൽ ചെയ്യുന്നത് സത്യാവസ്ഥകൾ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ് നിങ്ങൾ അതിന്റെ സത്യാവസ്ഥകൾ തിരക്കി പിടിച്ച് പറയുന്നതൊക്കെ ഇങ്ങനെയുള്ളവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതിനകത്ത് പറഞ്ഞ പോലെ എന്റെ തുണി ഉരിയിക്കണം. പിന്നെ അവന് സപ്പോർട്ട് ചെയ്ത ഒരു ഡൽഹിയിലുള്ള ഒരു മൊട്ടത്തലയൻ എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ അടുത്തുള്ളത് എനിക്കറിയാം. TG വർഗീസ് എന്ന് പറയുന്ന ഇതിനെക്കാട്ടിലൊരു ഉടായ്പ് കള്ളനാണ്. ന്യൂഡൽഹി ഛത്രപൂർ ഏരിയയിലാണ് താമസിക്കുന്നത്. കൊള്ളക്കാരനാണോ? അയ്യോ ആന്നോന്നോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിയത്. ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നിട്ട് പുള്ളി അവിടുന്ന് ജോലി വിട്ടിട്ട് വന്നതെന്നാ പറയുന്നത്. പുള്ളിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. ഇവിടെ തണുപ്പാവുന്ന നാട്ടിൽ ചാടും. ഇനിയിപ്പോൾ നാട്ടിൽ വരുന്ന എങ്ങനെയാണെന്ന് ആർക്കറിയാം. അവിടെ വന്നിട്ട് പറഞ്ഞില്ല എല്ലാവരും 1 മാസത്തെ കാശ് കൊടുക്കണമെന്നും പറഞ്ഞു സപ്പോർട്ട് ചെയ്യും. 1 രൂപ കൊടുത്ത് കാണിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവന്റെ പേരൂടെ പറയണം. ഈ അന്തേരി മൂട്, ഡൽഹി ഛത്രപൂർ അന്തേരി മൂടിലാണ് താമസിക്കുന്നത്. അയാളുടെ ഓഫീസും മിനിസ്ട്രിയും എല്ലാം ഇവിടെയാണ്. ഇഷ്ടംപോലെ കാശുകളുണ്ടാക്കി. ഈ ക്രിസ്ത്യാനികൾ ഈ പെന്തക്കോസ്ത് വകുപ്പിൽ പെന്തക്കോസ്തിനോട് ചേരാതെ ഒത്തിരി കള്ളന്മാരെ സാറ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുമോന് ഞാനെല്ലാം പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്
സുനിൽ സാറിനോട് വിളിച്ചൊന്ന് പേടിപ്പീരടാന്ന് ധൈര്യമുണ്ട് I2I ന്യൂസില്. ആ പുള്ളി പാസ്റ്റർ ആയതുകൊണ്ടായിരിക്കും വിളിച്ചത്. മേലാൽ ഇനിയും വിളിക്കരുത്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പേടിപ്പിച്ചു. അപ്പൊ അദ്ദേഹം അതിന് മറുതലിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വേറെ ഒരുത്തന്റെ കോട്ടയത്തെങ്ങാണ്ട് നിങ്ങൾ ആളിനെ വിട്ട് എടുത്തില്ലേ ഒരു അച്ഛനെ ആരന്റെ പറഞ്ഞു. ഇതെല്ലാം ഉടായിപ്പോ എല്ലാത്തിനകത്തും ഉണ്ട്. ഞങ്ങള് ഈ സുനിൽ സാറ് ഓർത്തഡോക്സുകാരനെ, ഞാനും അതിലായിരുന്നു. ഞങ്ങൾ പിന്നെ എൻ്റെ അപ്പനങ്ങ് പെന്തക്കോസിലായി. അമ്പനാട്ടെ വലിയ ദൈവമില്ലയോ വത്സൻ എബ്രഹാം, പുള്ളിയെ ഒന്ന് ED കൊണ്ട് പിടിപ്പിക്കാമോ എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു സാറ് എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡൽഹിയിലാണ്. എന്നാൽ പിന്നെ സാറിനില്ലേ ഒന്നുകൂടെ പറ്റുമെന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഇങ്ങനെയുള്ള ഉടായ്പകൾ 12 ലക്ഷം കോടികൾ കൊടുത്ത് വീട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഇവരെ എല്ലാം എങ്ങനെങ്കിലും പൂട്ടണം. എന്താ പ്രയോജനം? പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ആരോടൊക്കെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചാലെല്ലാം ചാവുമെന്ന് പറഞ്ഞു. ഈ ഡൽഹിയിൽ ഇപ്പൊ വിളിച്ച പുള്ളി അവനും കേട്ടിട്ട്. ഞാനും ഡൽഹിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ദ്വാരക. ഇത്രയും ന്യായീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കാശ് മേടിക്കുന്ന വ്യക്തികൾ സുവിശേഷം വേദപുസ്തക അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾക്കെല്ലാം ഒരേ അംഗീകാരത്തിൽ പോകുന്നതാണ്. അപ്പൊ അതിനെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സാറ് അതിന് എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരണം, ഒതുക്കിയേ പറ്റത്തുള്ളൂ. നിങ്ങളെ പോലെ ഇതുപോലെ തുറന്നടിക്കുന്നവരുള്ളത് ഒരു ഭാഗ്യം ബാക്കിയുള്ള ജനങ്ങളുടെ. എന്തെന്നാൽ മറ്റുള്ള ജനങ്ങൾ ഇതൊക്കെ അറിയൂലോ. അപ്പോഴെങ്കിലും കുറേയൊക്കെ ഇവരുടെ കൊള്ളരുതായ്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. സന്തോഷം. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.